പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിൽ അപകടം പതിവാകുന്നു. വാഹനങ്ങളുടെ അമിത വേഗത തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ വിളയൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വ്യത്യസ്ത അപകടങ്ങളാണ് നടന്നത്. അമിത വേഗതയിലെത്തിയ വാഹനങ്ങൾ തന്നെയാണ് അപകടങ്ങൾക്ക് ഇടയാക്കിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഇവിടെ സംഭവിക്കാത്തത്. ഈ പാതയുടെ നവീകരണത്തിന് കഴിഞ്ഞ 3 വർഷത്തിനിടെ 30-ലേറെ അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കുത്തനെയുള്ള ഇറക്കവും വാഹനങ്ങളുടെ അമിത വേഗതയും തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത്. ഇതിനൊരു പരിഹാരമാണ് നാട്ടുകാരുടെ ആവശ്യം. ഏകദേശമൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. മിനിസവും കൂടുതലാണ്. പിന്നെ ഇറങ്ങി വരികയല്ലേ, അതിൻ്റെ നല്ല സ്കൂളിൻ്റെ സമയത്തല്ല പറ്റിയെങ്കിലും സ്കൂളുണ്ട്, എപ്പോഴും ഇവിടെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഗവൺമെന്റ് UP സ്കൂളിന് തൊട്ടടുത്താണ് ഈ അപകടങ്ങൾ നടക്കുന്നത്. സ്കൂൾ PTA-യും പ്രദേശത്തെ പുളിഞ്ചോട് കൂട്ടായ്മയും നിരവധി തവണ ഇവിടുത്തെ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും നടന്നതാണ്. എന്നാൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സ്ഥാപിക്കാൻ മാത്രം നടപടിയായില്ല. ഇനി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമഹർജി നൽകുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. അപകടങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഇതിനനുസരിച്ച് തന്നെ സ്കൂൾ PTA എന്ന നിലയിലും അതുപോലെ തന്നെ വിളയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുളിഞ്ചോട് കൂട്ടായ്മ എന്ന നിലയിലൊക്കെ നിരവധി പരാതികളും അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചെങ്കിലും ഇതുവരെ അത്തരമൊരു നടപടിയിലേക്ക് അധികൃതർ എത്തിയിട്ടില്ല എന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. 700ഓളം കുട്ടികൾ പഠിക്കുന്ന UP സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പരിസരത്താണ് ഈ അപകടങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. വലിയ ഒരു ഭാഗ്യമെന്നോണം ഇതുവരെ മക്കൾക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അധികൃതർ അത് സംഭവിച്ചാലേ കണ്ണു തുറക്കൂ എന്ന അവസ്ഥയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിരവധി നടപടികളിലേക്ക് നാട്ടുകാരെന്ന നിലയിൽ പുളിഞ്ചോട് കൂട്ടായ്മ ഉൾപ്പെടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് നമ്മൾ. ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. NCV ന്യൂസ് തൃത്താല. ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.